ഉത്തമ മംഗല്യഭാഗ്യത്തിനും ഭദ്രമായ ഒരു കുടുംബജീവിതത്തിനും വൈദവ്യദോഷ നിവാരണത്തിനുമാണ് സോമവാരവ്രതം സ്ത്രീകൾ അനുഷ്ഠിക്കുന്നത്. അതിനെക്കുറിച്ച് സമഗ്രമായ ഒരു വിവരണമാണ് ഇന്നത്തെ വീഡിയോയിൽ. പെൺകുട്ടികളുടെ വിവാഹം നീണ്ടുപോകുന്നതിലും അതുപോലെ മനസ്സിനിണങ്ങിയ വിവാഹം വരാനും ദാമ്പത്യ ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങൾ നേരിടുന്നതിനും ആയ ഒരു പരിഹാരമാണ് സോമവാരവ്രതം അനുഷ്ഠിക്കുക എന്നത്. ഭദ്രമായ ഒരു ദാമ്പത്യ ജീവിതത്തിന് സ്ത്രീകൾ തീർച്ചയായിട്ടും അനുഷ്ഠിക്കേണ്ട വ്രതം തിങ്കളാഴ്ച വ്രതം തന്നെയാണ്. എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്നും അനുഷ്ഠിച്ചാൽ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാകുമെന്നും നോക്കാം. പാർവതി സമേതനായ ശിവഭഗവാന്റെ ദിവസമാണ് തിങ്കളാഴ്ച. അന്ന് ഒരിക്കലോടെ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് അത്യുത്തമമാണ്. സോമവാരവ്രതം എന്നും അറിയപ്പെടുന്ന ഇത് ഉത്തമ മംഗല്യഭാഗ്യത്തിന് മാത്രമല്ല, ഭദ്രമായ കുടുംബജീവിതത്തിനും വൈദവ്യദോഷ നിവാരണത്തിനും ചന്ദ്രദോഷ ശമനത്തിനും മോക്ഷത്തിനും ദാമ്പത്യ പ്രശ്ന പരിഹാരത്തിനും കുടുംബ ഉന്നതി ഉണ്ടാകാനുമെല്ലാം ഉത്തമമാണ്. സോമവാരവ്രതാനുഷ്ഠാനം ശിവകുടുംബ പ്രീതിക്ക് കാരണമാകും എന്നതും ഒരു പ്രത്യേകതയാണ്. ഭഗവാന്റെ അർദ്ധപകുതി ശ്രീ പാർവതി ദേവി ആയതിനാൽ തിങ്കളാഴ്ച ദിവസം ശിവപാർവതി മന്ത്രങ്ങൾ ചേർത്ത് വേണം ശിവനെ ഭജിക്കാൻ. അതായത് നമഃശിവായ ശിവായ നമ എന്ന മൂലമന്ത്രം 108 പ്രാവശ്യം ജപിക്കുന്നത് അതീവ ഫലദായകമാണ്. ശിവസഹസ്രനാമവും ലളിതാ സഹസ്രനാമവും ഒരേ പ്രാധാന്യം നൽകി ജപിക്കാം. ഉമാമഹേശ്വര സ്തോത്രവും ജപിക്കണം. കൂടാതെ ശിവക്ഷേത്രത്തിൽ പാർവതി ദേവിയെ ധ്യാനിച്ച് തുമ്പപ്പൂക്കളും, വെളുത്ത പൂക്കൾ എന്നുദ്ദേശിക്കുന്നത് ശ്രീ പരമേശ്വരനെ ധ്യാനിച്ച് കൂവളത്തിലെയും നടയ്ക്കൽ സമർപ്പിക്കുന്നതും അത്യുത്തമമാണ്. അന്ന് കഴിയുന്നത്ര തവണ ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രത്തോടൊപ്പം ശ്രീ പാർവതി ദേവിയുടെ മൂലമന്ത്രമായ ഓം ഹ്രീ ഉമായേ നമ എന്ന് ജപിക്കുന്നതും നന്ന്. തിങ്കളാഴ്ച ദിനം മുഴുവൻ ശിവപാർവതി സ്മരണയിൽ കഴിച്ചുകൂട്ടുന്നതാണ് ശ്രേഷ്ഠം. വ്രതാനുഷ്ഠാനം ഇങ്ങനെ: മാസത്തിൽ ഒരു തിങ്കളാഴ്ച എന്ന ക്രമത്തിലോ കഴിയുന്നത് തിങ്കളാഴ്ച എന്ന രീതിയിലോ വ്രതം അനുഷ്ഠിക്കാം. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം മുതൽ മത്സ്യമാംസാദികൾ വെടിഞ്ഞ് വ്രതം ആരംഭിക്കണം. ഞായറാഴ്ച രാത്രി അരിയാഹാരം ഒഴിവാക്കണം. ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണമോ പഴങ്ങളോ കഴിക്കാവുന്നതാണ്. തിങ്കളാഴ്ച ദിനത്തിൽ സൂര്യോദയത്തിന് മുൻപ് കുളിച്ച് ശരീരശുദ്ധി വരുത്തി ഉമാസമേത ഭഗവാനെ ഭക്തിയോടെ ഭജിക്കണം. ഭസ്മവും കുങ്കുമവും ചേർത്ത് നെറ്റിയിൽ തൊടുന്നത് ശിവശക്തി പ്രീതികരമാണ്. തുടർന്ന് ശിവക്ഷേത്ര ദർശനം നടത്തി പിൻവിളക്ക്, കൂവളമാല എന്നിവ സമർപ്പിക്കുന്നത് നന്ന്. ഒരിക്കലൂണാണ് അഭികാമ്യം. രാവിലെയും വൈകിട്ടും പഴങ്ങൾ കഴിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് ക്ഷേത്രത്തിലെ നേതിച്ചോറ് കഴിച്ച് വ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട്. പിറ്റേന്ന് കുളിച്ച് ക്ഷേത്രത്തിലെ തീർത്ഥമോ തുളസി വെള്ളമോ സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം. വ്രത ദിവസം ശിവപുരാണവും ദേവീ മാഹാത്മ്യവും പാരായണം ചെയ്യുന്നത് ഉചിതമാണ്. സന്ധ്യയ്ക്ക് 108 തവണ ഓം നമഃശിവായ ജപിക്കുന്നത് ശ്രേഷ്ഠമാണ്. എല്ലാ വ്രതത്തിനും ഭക്തിയോടൊപ്പം പ്രാധാന്യം ദാനത്തിനുണ്ടെന്ന് മനസ്സിലാക്കുക. തിങ്കളാഴ്ച വ്രതമെടുത്ത് ശിവപാർവതി സമേതനായിരിക്കുന്ന അമ്പലത്തിൽ പോയി ഉമാമഹേശ്വര പൂജ, സ്വയംവര പുഷ്പാഞ്ജലി എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ വേഗം തന്നെ വിവാഹ തടസ്സം നീങ്ങുമെന്നാണ് പറയുക. അതുപോലെ തിങ്കളാഴ്ചയും രോഹിണിയും ചേർന്ന് വരുന്ന ദിവസം സ്വയംവര പുഷ്പാഞ്ജലി നടത്തിയ പെട്ടെന്ന് ആഗ്രഹസിദ്ധി ലഭിക്കും. അതുപോലെ തന്നെയാണ് കറുത്ത വാവും തിങ്കളാഴ്ചയുമായി വരുന്ന ദിനം അമോ സോമവാരം എന്ന് പറയുന്നു. ഇതും